നിങ്ങൾ കൃത്യമായി ഓർത്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്ത് അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരാളല്ല, ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ അബദ്ധം ഒരേപോലെ വിശ്വസിക്കുന്ന വിചിത്രമായ ഒരു അവസ്ഥ. ഇതിന് പിന്നിലെ ശാസ്ത്രം അറിയണമെങ്കിൽ ചിലപ്പോൾ പാരലൽ യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഫിസിക്സ് വരെ പറയേണ്ടി വരും. വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. 2009 ഫിയോണ ബ്രൂം എന്ന സ്ത്രീയാണ് ഈ പേര് ആദ്യമായി കൊണ്ടുവരുന്നത്. സൗത്ത് ആഫ്രിക്കൻ നേതാവ് നെൽസൺ മണ്ടേല 1980കളിൽ ജയിലിൽ വെച്ച് മരിച്ചു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ കൗതുകം എന്താണെന്ന് വെച്ചാൽ ലോകത്തെ ദശലക്ഷക്കണക്കിന് ആളുകളും ഇതേ കാര്യം വിശ്വസിച്ചിരുന്നു. അവർ ടിവിയിൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം കണ്ടതായി വരെ ഓർത്തു. എന്നാൽ യഥാർത്ഥത്തിൽ മണ്ടേല ജയിലിൽ കിടന്ന് മരിച്ചിരുന്നില്ല. അദ്ദേഹം ജയിലിൽ നിന്ന് മോക്ഷിതനായി രാജ്യത്തിന്റെ പ്രസിഡന്റായി ഒടുവിൽ 2013ലാണ് മരിച്ചത്. ഇനി നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ചില ആഗോള ഉദാഹരണങ്ങൾ നോക്കാം. മോണോപ്പൊളി മാൻ. നമ്മൾ എല്ലാവരും കളിച്ചിട്ടുള്ള മോണോപ്പൊളി ഗെയിമിലെ ആ തൊപ്പി വെച്ച പണക്കാരനായ മനുഷ്യന്റെ കണ്ണിൽ ഒരു ഒറ്റ കണ്ണട ഉണ്ടെന്നാണ് ഭൂരിഭാഗം ആളുകളും ഓർക്കുന്നത്. എന്നാൽ സത്യത്തിൽ അയാളുടെ കണ്ണിൽ ഒരൊറ്റ കണ്ണട പോലും ഇല്ല. ബേൺസ്റ്റൈൻ ബിയേഴ്സ്. കുട്ടിക്കാലത്തെ പ്രശസ്തമായ ഈ കാർട്ടൂണിന്റെ പേര് ബേൺസ്റ്റൈൻ എന്നത് STEIN എന്നാണ് ഭൂരിഭാഗം പേരും വായിച്ചതും ഓർക്കുന്നത്. എന്നാൽ ഒറിജിനൽ ബുക്കിൽ അത് ബേൺസ്റ്റൈൻ എന്നത് STAIN എന്നാണ്. ഇനി ഇതൊക്കെ സായിപ്പിന്റെ കഥകൾ. നമ്മൾ മലയാളിക്ക് ഇങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്കുമുണ്ട് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ. ആ പരസ്യം ഓർമ്മയുണ്ടോ? പണ്ട് ദൂരദർശനിലും ചാനലുകളിലും വന്നിരുന്ന പ്രശസ്തമായ ഒരു ഡിറ്റർജന്റ് പരസ്യമുണ്ടായിരുന്നു. അതിലെ തട്ടുകടക്കാരൻ അലക്കുകാരൻ ചോദിച്ചാൽ പറയും എന്ന് പറയുന്ന ഡയലോഗ് നമ്മൾ ഇന്നും പലയിടത്തും തമാശയായി പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആ പരസ്യം യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ അയാൾ പറയുന്നത് അലക്കുകാരൻ ഒപ്പമുണ്ടെങ്കിൽ പറയും എന്നാണ്. നമ്മൾ എല്ലാവരും വർഷങ്ങളായി ഓർക്കുന്നത് തെറ്റായ ഡയലോഗാണ്. മണിച്ചിത്രത്താഴ് സിനിമയിലെ ലാലേട്ടന്റെ സണ്ണി എന്ന കഥാപാത്രം ഗംഗയോട് വിട പറയുന്ന ആ ഫേമസ് സീൻ ഓർമ്മയില്ലേ? നമ്മളിൽ പലരും വിചാരിക്കുന്നത് ലാലേട്ടൻ ബൈ ഗംഗ എന്ന് പറയുമ്പോൾ ശോഭന തിരിഞ്ഞു നോക്കി ചിരിക്കുന്നതായാണ്. എന്നാൽ ആ സീൻ കൃത്യമായി റിവൈൻഡ് ചെയ്ത് നോക്കൂ. ലാലേട്ടൻ വെറും ഒരു കൈ കാണിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നേയില്ല. നമ്മുടെ ബ്രെയിൻ പിന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യാജ ഓർമ്മയാണത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ക്വാണ്ടം ഫിസിക്സിൽ വിശ്വസിക്കുന്ന ചിലർ പറയുന്നത് നമ്മൾ അറിയാതെ മറ്റൊരു പാരലൽ യൂണിവേഴ്സിലേക്ക് മാറിപ്പോയത് കൊണ്ടാണ് എന്നാണ്. എന്നാൽ മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഇതിനെ കോൺഫാബുലേഷൻ എന്നാണ്. അതായത് നമ്മുടെ തലച്ചോറ് രണ്ട് ഓർമ്മകളിലുള്ള വിടവ് നികത്താൻ വേണ്ടി യുക്തിക്കനുസരിച്ച് സ്വന്തമായ ചില കള്ളക്കഥകൾ ഉണ്ടാക്കി അതിൽ ഫിറ്റ് ചെയ്യും. ലക്ഷക്കണക്കിന് ആളുകളുടെ തലച്ചോറ് ഒരു പാറ്റേണിൽ ചിന്തിക്കുമ്പോൾ ഇതൊരു വലിയ മാസ് മിഥ്യയായി മാറും. ചുരുക്കത്തിൽ നിങ്ങളുടെ സ്വന്തം കണ്ണു ഓർമ്മയും നിങ്ങളോട് പറയുന്നതെല്ലാം 100% സത്യമായിരിക്കണം എന്നില്ല. നമ്മുടെ തലച്ചോറ് നമ്മളെ പോലും പറ്റിക്കുന്ന വലിയൊരു മാന്ത്രികനാണ്. ഇതുപോലെ നിങ്ങൾ 100% ശരിയാണെന്ന് വിശ്വസിക്കുകയും എന്നാൽ പിന്നീട് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഏതെങ്കിലും സിനിമ ഡയലോഗുകളോ അനുഭവങ്ങളോ ഉണ്ടോ? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.